Father Anthony, the parish priest, member of the clergy, Mr. Dr. Thomas, and our great artist, Mr. Tim Eaton, and you, brothers and sisters of this parish, I am so glad to be with you today. നിങ്ങളുടെ കൂടെ ആവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. I came to Kerala to visit the two major archbishops. ഞാനിവിടെ വന്നത് കേരളത്തിൽ വന്നത് രണ്ട് മേജർ ആർച്ച് ബിഷപ്പുമാരെ കാണാൻ വേണ്ടിയിട്ടാണ്. Because in my vicariate we have a lot of people from Kerala of diverse rites. എൻ്റെ വികാരിയത്ത് എന്ന് പറയുമ്പോൾ 4 രാജ്യങ്ങളുടെ ഏറ്റവും മേലാളൻ എന്ന രീതിയിൽ അതിനടുത്ത് ഒരുപാട് ലാറ്റിനും സിറിയാനും മലങ്കരയിലുള്ള ആളുകളുണ്ട്. So it was also a chance to visit you by the organization of Father George and his friendship with Father Anthony. അതായത് അതുപോലെ തന്നെ ഇവരെ കണ്ട് ഈ മേജർ ആർച്ച് ബിഷപ്പുമാരെ കണ്ട ശേഷം ജോർജ് അച്ഛൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായി നമ്മളെയും കാണാനായിട്ട് വന്നതിൽ സന്തോഷമുണ്ട്. I didn't know where I was going when I was in the car, but I know only the name of your parish. എനിക്ക് എവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നെങ്കിലും ഒരു കാര്യം മാത്രം എനിക്കറിയാമായിരുന്നു, അത് നിങ്ങളുടെ ഇടവകയിലേക്കാണ് ഞാൻ വരുന്നതെന്ന്. First of all, you have a beautiful place. I am coming from the desert. ഞാൻ വരുന്നത് മരുഭൂമിയിൽ നിന്നാണ്. നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായ സ്ഥലമാണ് ഇവിടെയുള്ളത്. Even if it's raining, I'm happy because we don't have rain. ഇവിടെ മഴയുണ്ടെങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമാണ്, ഞങ്ങൾക്ക് മഴയില്ല എന്നുള്ളതാണ്. The vicariate in the Gulf countries is so big with 4 countries. അവിടെ വികാരിയേറ്റ് വളരെ വലിയ കൺട്രീസ് ആണ് എന്നുള്ളതാണ്. ബാക്കി എന്തോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. I didn't understand the last word that you spoke. 4 countries. 4 countries. 4 countries. Yeah. 4 countries. If it's not translating very well, we can change the translator. That's a very good idea. I will please translate. ഈ തോമസ് സാറിന് മലയാളം അറിയാൻ പാടില്ല, അറിയാല്ലേ? The occasion of this International Day of the Senior Citizen or Grandparents, it's very helpful. ഈ അവസരം, അതായത് പ്രായമായവരെ ബഹുമാനിക്കുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ഗ്രാൻഡ് പാരൻസ് എന്നുള്ളത് വളരെ സഹായം ഉള്ളതാണ്. Francis insists a lot about the ministry of the grandparents. അതായത് പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും പറയും, അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയുള്ള ശുശ്രൂഷ ഏറ്റവും നല്ലതാണെന്ന് കർശനമായിട്ട് പറയുന്നതാണ്. It's a kind of ministry of service to the church. സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശുശ്രൂഷയാണത്. Because in the elder of our community we find wisdom. നമുക്ക് അവരെ ഈ പ്രായമായവരിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത്. And we find also the memory of the church. അതുതന്നെയാണ്, അവരിലൂടെയാണ് നമ്മൾ സഭയെക്കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളും ലഭിക്കുക. Your experience of life is very precious. നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ ഏറ്റവും വലിയ നിധിയാണത്. And we, the grandchildren, we love a lot our grandparents. ഞങ്ങൾ പേരക്കിടാങ്ങളായി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് അറിയുകയും ചെയ്യുന്നു. We have a special relationship with them. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് സ്പെഷ്യൽ ബന്ധമുണ്ട്. They are not our parents, they are grandparents, so we can tell them, ask them a lot of things. അവരെ നമ്മുടെ പാരൻസ് അല്ല, അത് അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുള്ളത്. When we want to know something, we go to the elder of the community because they have the memory of what happened in the past. നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രായമായവരെയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം അവർക്ക് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണ്. When we write the history of the church, of this parish, we ask them what happened in the past to have information. നമ്മുടെ അറിവിന് വേണ്ടി നമ്മൾ സഭയെക്കുറിച്ചോ ഈ പള്ളിയെക്കുറിച്ചോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ആ പഴയ മനുഷ്യരിലേക്കാണ് നമ്മൾ പോകുന്നത്. But also because your experience of life, you have lot of wisdom. അവർക്ക് അവരുടെ അനുഭവത്തിലൂടെ ഒരുപാട് ജ്ഞാനമുള്ളവരാണ്. Sometimes the past was difficult, life is not easy, but you succeed to carry on
life. ചില സമയത്തൊക്കെ എല്ലാം ജീവിതം ഭാരമുള്ളതാണ്, കഷ്ടപ്പാട് നിറഞ്ഞതാണ്, എങ്കിലും നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു. So it means that you are an example of success for us. നിങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ വിജയപൂർവ്വം തരണം ചെയ്തവരാണ്. It's not only because in the Bible we have reference to the elder, the respect of the elder, is also because we love you. ബൈബിളിൽ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണത്, മറിച്ച് നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. And you are also the one who are praying more in the church. നിങ്ങളാണ് പള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ. So when the church it's empty because everybody is busy by a job or the study, you are here to pray for us. എല്ലാവരും ഇപ്പോൾ തിരക്കിട്ട മനുഷ്യരാണ്. ജോലിക്ക് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയിട്ടും പോകുമ്പോഴൊക്കെ എല്ലാം നിങ്ങളെപ്പോഴും ഈ പ്രായമായവരെപ്പോഴും പള്ളിയിലുണ്ട്. And you know that any prayer is going to the heart of God. എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന്റെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. And even if your son, daughters or granddaughters are not praying a lot, you pray for them. നിന്റെ മക്കളും നിന്റെ പേരക്കിടാങ്ങളും നിന്റെ ആരൊക്കെയുണ്ടോ അവരും പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. It means that you are the heart of the parish. നിങ്ങളാണ് ഒരു ഇടവകയുടെ ഹൃദയം എന്ന് പറയുന്നത്. Because the prayer is an action. പ്രയർ ഒരു പ്രവർത്തനമാണ്. It's not passivity. ഇതൊരു വെറുതെ ഇരിക്കലല്ല. So you can touch the heart of God and God will touch the heart of your. നിങ്ങൾക്കതിലൂടെ ദൈവത്തെ സ്പർശിക്കാൻ സാധിക്കും, ദൈവം നിങ്ങളെയും സ്പർശിക്കുകയും ചെയ്യും. So for this it's a joy to be with you today. നിങ്ങളോടുകൂടെ ആയിരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. In order to express our respect and regards. നമ്മുടെ ബഹുമാനവും ആദരവും പ്രായമുള്ളവരോട് കാണിക്കാൻ വേണ്ടിയിട്ട്. And also because we want to care about you. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കെയർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. You are caring about your children, grandchildren. Now it's our turn to care. വളർത്തി വലുതാക്കിയത് ഇപ്പൊ ഞങ്ങളുടെ ടേൺ ആണ് നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യാനായിട്ട്. And parish respect the elder are blessed by God. പാരിഷ് നമ്മുടെ ഇടവക ഈ പ്രായമായവരെല്ലാം ബഹുമാനിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയാണ്. For this it's your joy to bless also the stones of foundation. ഈ കല്ല് ആശീർവദിക്കുമെന്നതിനെ കുറിച്ചും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അടിസ്ഥാന ശില. And you know the stone is the symbol of stability. അതായത് കല്ല് ഒരു ദൃഢതയുടെ അടിസ്ഥാനവും അടയാളവുമാണ്. And you are stable in your life. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ദൃഢതയുള്ളവരാണ്. So may the Lord bless this parish. ഈ ഇടവകയെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Bless all the members of your community. നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Bless also the clergy and the guest of today. ഇവിടെയുള്ള പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. If I understand the few Malayalam Mr. Tini Tom said, he said that his success is because Jesus in his spiritual life. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടിനി ടോമിന്റെ ജീവിതത്തിൽ ഇത്രയും വിജയമുണ്ടായത് ഈശോ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായതിന്റെ പേരിലാണ് എന്ന്. So when we put Jesus at the center of our life, we receive the blessing. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കും. So may the Lord bless you and congratulations for this wonderful moment. കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെല്ലാവരും അനുമോദിക്കുന്നു. Thank you so much. Thank you so much.